ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ ഫീൽഡ് എത്ര വേണമെങ്കിലും കഴിക്കാം, ഒരു അളവും ഇല്ല, എത്ര വേണമെങ്കിൽ എടുത്തു കഴിക്കാം. അതാ പ്രത്യേകത. കാണിച്ചു തരാം കഥ. കൊല്ലത്തെത്തിയ അമ്മയെ കാണണം, അമ്മയുടെ ഭക്ഷണം കഴിക്കണം. കൊല്ലക്കാരുടെ സ്വന്തം അമ്മയാണ്, അത് നമ്മുടെ അമ്മയാണ് ഇപ്പോൾ. അപ്പം വാ അമ്മേ, ഭക്ഷണം റെഡിയാണല്ലോ. എനിക്ക് കുറച്ച് മീൻ തരുമോ? ചൂട് മത്തിയാണ്. ചേട്ടാ കുറച്ച് മോൾ എടുത്തോട്ടെ. ഈ കടയ്ക്ക് പ്രത്യേകത ഉണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണം നമ്മളെ വീട്ടിലെ പോലെ എടുത്തു കഴിക്കാം. അത് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. എന്താ അമ്മ? ആ ഇതെന്താ, മുള്ളനോ? മീൻകറി. മീൻ മുള്ളനാണ്. കാറില് നമ്മളവിടെ കോഴിക്കോട് മുള്ളെന്ന് പറയും. തോരൻ കിട്ടിയാ? തോരൻ കിട്ടി. പിന്നെ ചമ്മന്തി കിട്ടിയാ? എല്ലാം കിട്ടി. ഇത് മതി. വേറെ എന്തൊക്കെയുണ്ട്? സുഖം. വെള്ളം കിട്ടിയ സ്വന്തമായി എടുത്ത് കഴിക്കാനും. അപ്പൊ ചേട്ടൻ സ്ഥലം ഇവിടെ? കൊട്ടാരക്കര. അപ്പൊ ഭക്ഷണം കഴിക്കാൻ എന്താ ഇവിടെ എത്തി? എങ്ങനെ? ഞാൻ എപ്പം കൊല്ലത്ത് വന്നാലും അമ്മയടുത്ത് വന്നാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ഇവിടെ വരുത്തുള്ളൂ അല്ലേ? കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അമ്മയ്ക്ക്. ഇതൊന്നും നല്ല കസ്റ്റമർ. അമ്മയ്ക്ക് ഇവിടെ സമൂഹത്തിന്റെ പലതരത്തിൽ ജോലി ചെയ്യുന്നവരോട് വരും. കാരണം പലപ്പോഴും ഇവിടെ വക്കീലന്മാരും ഡോക്ടർമാരും അവരൊക്കെ വന്ന് കൂടുതലും സർക്കാർ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാം. അതെ, വീട്ടിൽ കഴിക്കുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാം. അമ്മ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് കഴിയട. അത് തന്നെ വളരെ ഒരു ഇതാണ്. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിന് പകുതി സംതൃപ്തി ഉണ്ട്. നമുക്ക് എത്ര വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഒരു കണക്കും ചോദ്യമൊന്നും ആരുമില്ല. അപ്പൊ ഈ അമ്മ ഈ പേയ്മെന്റ് പൈസ വാങ്ങുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുന്ന അവരും നമ്മളൊക്കെ 100 രൂപ കൊടുത്തിട്ട് 50 കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ മനസ്സിന്റെ സംതൃപ്തി അത്രേ ഉള്ളൂ. ചോദിക്കത്തൊന്നുമില്ല, അവിടെ വെച്ചിട്ട് ഓടാൻ നടക്കും. അമ്മ ആള് മൊത്തം ഒരു വെറൈറ്റിയാണ്. അടിപൊളി വെറൈറ്റിയാ കൊടുക്കുന്നത്. അതുകൊണ്ട് 18 വർഷം കൊണ്ട് വിളമ്പി കഴിക്കല്ലേ കള, നമ്മള് കൊടുക്കുവല്ലോ. ഞങ്ങളത് കേട്ട് വന്നവിടുന്ന് അമ്മയെ കാണാൻ വേണ്ടിട്ട്. പിന്നെ പിള്ളേര് ഫോണിനകത്തിട്ടടാ, അത് കാരണം ഭയങ്കര തിരക്ക്. നമ്മൾ ഫോണില് ടി വി കാണിക്കും. അമ്മ ലൈവായിട്ട് മീൻ പൊരിക്കുന്നുണ്ട്, മീൻ പരിപാലിക്കാൻ എനിക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം എത്ര കഴിക്കാനായാലും കൊടുക്കാൻ. ഞങ്ങൾ എല്ലാ ദിവസവും വരാം. കലോത്സവല്ലേ? നിങ്ങൾക്ക് അവിടെ ഭക്ഷണം ഉണ്ട്, ഭക്ഷണം വെക്കുന്നു. ഭക്ഷണമില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് വരാം. ഓരോരുത്തർ വരുന്നു, ഇരിക്കുന്നു, കഴിക്കുന്നു. അത് നമ്മളെ വീട്ടിൽ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുക, ഒരു വീടിന്റെ ടേബിൾ ചുറ്റും ഇരുന്ന് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം. നല്ല അടിപൊളി ഫുഡാണ്. അമ്മ ഇടയ്ക്ക് ചീത്ത പറയും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ. ഒരു എമൗണ്ട് അമ്മ ഭക്ഷണത്തിലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എത്ര കൊടുത്താൽ അമ്മ സ്വീകരിക്കും. തരും. ആ, എത്ര രൂപ സന്തോഷം. നീ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ചോറ് വേണം എടുത്തു. എനിക്ക് മതി വയ പറഞ്ഞു. അപ്പൊ അടിപൊളിയാണ്. ചേട്ടാ ഈ സ്ഥലം പക്ക തേവള്ളി അല്ലേ? തേവള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ. തേവള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തിയാൽ മതി. അമ്മ യശോദാമ്മ അല്ലേ? അമ്മ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഞാൻ തുടങ്ങും. അമ്മ ഞാൻ 6 മണി കട തുറക്കും, പക്ഷെ ഒരു 11 മണി ഫുഡ് റെഡി ആവും അല്ലേ? അപ്പം വരിക, കഴിക്കുക, പോവാ. അമ്മ ഗൂഗിൾ പേ വെച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ള പൈസ കൊടുത്താൽ മതി. എത്ര കൊടുത്താലും അമ്മ സ്വീകരിക്കും. ഞാൻ പോകട്ടെ, പൈസ ഗൂഗിൾ പേ വെച്ചിട്ട്. ബൈ. കാണാം. ചേട്ടാ പോട്ടെ. അപ്പം ബൈ.